ലൈഫിലുള്ള പ്രശ്നങ്ങൾ, ഡൈവോഴ്സ് കേസുകൾ, അല്ലെങ്കിൽ സ്നേഹിച്ചു പോയ ആൾക്കാർ അടുത്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികം, എല്ലാവരും സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. ആ പേരും പറഞ്ഞ് പല ജ്യോതിഷന്മാരും അവരിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ അവരെല്ലാവരും കുറ്റം പറയുത്തുന്നില്ല കേട്ടോ, നല്ല ആൾക്കാരും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ പൈസ, ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ വന്നാൽ പോലും ആൾക്ക് നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളോ ഒന്നുമില്ലെങ്കിലും കുറേ ലാഭങ്ങൾ നമുക്ക് കിട്ടും, കുറേ സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് കിട്ടും. പിന്നെ കൂടുതൽ സാമ്പത്തികമുള്ള ആൾക്കാർക്ക് ഇത് നോക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. പക്ഷേ പാവങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന കണക്കുകൾ ഫലവത്തായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അവർ മനസ്സറിഞ്ഞ് തന്നെ കൊണ്ടുതരുന്നുണ്ട് ദക്ഷിണകം കാര്യങ്ങളൊക്കെ. ഞാൻ അല്ലാണ്ട് ഒരു പൈസ പോലും നമ്മളെ വാങ്ങിക്കാറില്ല. പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്ന ആളല്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഈ സംഖ്യയെ കൊണ്ട് കളിക്കാവുന്ന കളികളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നമ്മളൊരു കടത്തിലേക്ക് എഴുതി ഇതാക്കി കൊടുക്കുന്നു. അതിനിപ്പോൾ പറയില്ലേ ഇതെന്താണ് സംഭവം എന്ന് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം തന്നെ ഒരു ലെൻസിൽ കൂടെ നമ്മൾ കേന്ദ്രീകരിച്ച് നമുക്ക് തീ പിടിപ്പിക്കാം ഇല്ലേ? അതുപോലെ തന്നെ ലെൻസ് വലുപ്പാക്കി കാണാം, ചെറുതാക്കി കാണിക്കാം, എല്ലാം ചെയ്യുന്ന പോലെ ഈ കണക്കിനെ നമ്മൾ കളം വരച്ച് അതിലേക്ക് എഴുതി അകക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്ക് പ്രയോജനം കിട്ടുന്ന ആൾക്കാർ നമ്മൾ കാണാൻ വരുന്നുണ്ട്. കൂടുതലും വന്ന് പാവങ്ങളാണ്.